إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ റബീഉൽ മാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ മാസത്തിൽ ചരിത്രത്തിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഹിജ്റ സംഭവിച്ചതാണ്. ഹിജ്റ പോയത് റബീഉൽ അവ്വലിലാണെങ്കിലും ഹിജ്റ കലണ്ടർ തുടങ്ങുന്നത് മുഹറം മാസം മുതലാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതാണ്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നത് പ്രബലമായ അഭിപ്രായം റബീഉൽ അവ്വൽ മാസത്തിലാണെന്നുള്ളത്. മറ്റൊന്ന് അതിനേക്കാൾ പ്രബലമായത് നബി തിരുമേനി മരിച്ചു എന്നുള്ളത് റബീഉൽ അവ്വൽ മാസത്തിലാണെന്നുള്ളത് അതിനേക്കാൾ ഉറപ്പുള്ള വിഷയമാണ്. അപ്പം ഇങ്ങനെയുള്ള വിഷയത്തിലുണ്ടെങ്കിലും ഈ മാസത്തിൽ പ്രത്യേക ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ചില മാസത്തിലൊക്കെ ചില പ്രത്യേകതകളുണ്ട്, അന്ന് ചില ഇബാദത്തും ഉണ്ട്. ഇപ്പോൾ ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വല്ല റമദാൻ മാസം നമുക്കറിയാം, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. വലിയ പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത അവൾ തന്നെ പറഞ്ഞു. അന്ന് നമുക്ക് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കി. ഇതുപോലെ മുഹറം മാസം അങ്ങനെയുണ്ട്. മുഹറം 9, 10 ഒക്കെ പ്രത്യേകം ആരാധനകൾ പറഞ്ഞതാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ ഒരു ആരാധന ഇസ്ലാം പഠിപ്പിച്ചിട്ടേയില്ല. ഒരാൾക്ക് തെളിയിക്കാൻ കഴിയില്ല, ഖുർആനിലുമില്ല ഹദീസിലുമില്ല. അതേസമയം നബി തിരുമേനി ജനിച്ച ദിവസം, മാസം എന്ന നിലക്കല്ല, ജനിച്ച ദിവസത്തിന് റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാരും അവൻ കാര്യമായി ചെയ്യലുമില്ല, പറയലുമില്ല. അതെന്താണെന്നറിയോ? നബി തിരുമേനി തിങ്കളാഴ്ച നോമ്പെടുക്കും. അപ്പോൾ ചിലർ ചോദിച്ചു, എന്താണ് ഈ തിങ്കളാഴ്ച നോമ്പെടുക്കണേ? അപ്പോൾ റസൂല് പറഞ്ഞ ഫീഹി ഉലിത്തു, അന്നാണ് ഞാൻ ജനിച്ചത്. ഇതിനല്ല പ്രത്യേകത ആരെയും പറയലുണ്ടോ? അന്ന് നോമ്പെടുക്കുകയാണ്. റമദാൻ മാസമല്ല, ഒരു തിങ്കളാഴ്ചയെ പറ്റി. അതുപോലെ തിങ്കളാഴ്ചയാണ് എനിക്ക് വഹീന്റെ തുടക്കം, വഹി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടു. അതുകൊണ്ടാണ് നോമ്പെടുക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ തിങ്കളാഴ്ചക്ക് വേറൊന്ന് പറഞ്ഞു നോമ്പ് എടുക്കാനുള്ള കാരണം. ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും. അതൊന്ന് തിങ്കളാണ്, മറ്റൊന്ന് വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് അന്ന് നബി തിരുമേനി ജനിച്ച ദിവസം അതൊരു തിങ്കളാഴ്ച ആയതുകൊണ്ട് ആ തിങ്കൾ ഏത് ഡേറ്റ് കൃത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടെങ്കിലും ജനിച്ച ദിവസം തിങ്കളാണെങ്കിൽ തർക്കമല്ല. അപ്പോൾ ആ തിങ്കളാഴ്ച നബി തിരുമേനി നോമ്പെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ തിങ്കൾ നോമ്പെടുക്കാനുള്ള കാരണം വേറെ പറഞ്ഞതൊന്നും. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ ഈ മാസത്തിൽ നമുക്കറിയും ഇസ്ലാം അതിൽ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിലും മനുഷ്യർ അതിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ചില മാസത്തിൽ അങ്ങനെ. ഇപ്പോൾ റജബ് മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ജനങ്ങൾ അവരെ ഭാഗമൊന്നുണ്ടാക്കി അന്നൊരു മിഅ്റാജ് നോമ്പ് പറഞ്ഞിട്ട് അത് ഇസ്ലാം പഠിപ്പിച്ചതല്ലാതെ. എന്നതുപോലെ റബീഉൽ അവ്വൽ മാസത്തിൽ ജനങ്ങളൊരു ഇബാദത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായി വാശിയോടുകൂടി എല്ലാ കൊല്ലവും അത് നടത്തും ചെയ്യും. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പരീക്ഷണമാണത്. വിശുദ്ധ ഖുർആനിലെ പരീക്ഷണത്തിൻ്റെ ഒരു ആയത്ത് എന്നുള്ളവർക്ക് ഖുർആൻ പറഞ്ഞ ആയത്ത് കേൾപ്പിക്കുകയാണ്. അത് ഞാനാണ് ഓതിയത്. ആയത്തുൽ ഇഖ്തിബാർ എന്നാണ് നിൽക്കുക പറഞ്ഞത്. ആയത്തുൽ ഇഖ്തിബാർ അത് മനുഷ്യനെ പരീക്ഷ നടത്തുന്ന ഒരു ആയത്ത്.
അവരവരെ നിലപാട് എങ്ങനെയെന്ന് അറിയാനും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ജനങ്ങളെങ്ങനെ ഒഴുകിയാലും, ജനങ്ങൾ എന്തൊക്കെ വലിയ ഗംഭീരമായി നടത്തിയാലും നമുക്കൊരു തിരിച്ചറിവ് വേണം. ചില വിഷയത്തിൽ കൂടക്കൂടികളാകാൻ പാടില്ല. ഏതായാലും ആയത്ത് ഇങ്ങനെയാണ്: ഖുൽ പറയുക പ്രവാചകരെ, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അന്തിമമായി എന്ത് ചെയ്യണം? അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാനുള്ള അതൊക്കെ ചെയ്യണത്. അപ്പൊ നമുക്ക് റബ്ബിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ പോലെ എന്ത് ചെയ്യണം? ഫത്തബിയൂനി, നിങ്ങൾ എന്നെ പിന്തുടരുക, നബി തിരുമേനിയെ പിന്തുടരുക. എന്നാൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവനെന്ത് ചെയ്യും? പുറത്തു തരും. വല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹ് എമ്പാടും പൊറുക്കുന്നവനും കാരുണ്യമുള്ളവനുമാണ്. അപ്പൊ ഇതിനാണ് ഇപ്പോൾ പരീക്ഷ നടത്തുന്ന. ഇത് എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പലരും ഇങ്ങനെ പറയും, എനിക്ക് റസൂലിനെ ഇഷ്ടമുണ്ട്, അള്ളാഹിനെ ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്. അതാണ് ഇമാം ഹസൻ അൽ ബസ്രി ആയത്തിനെ പറ്റി പറഞ്ഞ വാചകം എന്താണെന്ന് നിങ്ങൾ, അദ്ദേഹം പറയാം, സഅമ ഖൗമുൻ, ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്, ഒരു വിഭാഗം ആൾക്കാർ വാദിക്കുന്നുണ്ട്. എന്താ വാദം എന്നറിയാം? അന്നവും യുഹിബ്ബൂന അല്ലാഹ്, അവർ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അവരുടെ വാദം. അപ്പൊ ഫബ്തലഹുമുല്ലാഹ്, അള്ളാഹ് അവരെ പരീക്ഷിച്ചു, ബിഹാദില്ലാഹി, ഈ ആയത്ത് കൊണ്ട്. അപ്പൊ അള്ളാഹിന് ഇഷ്ടമുണ്ടെങ്കിൽ നബി പറഞ്ഞതനുസരിച്ചാണ് ജീവിക്കണ്ടേ. നബി പറഞ്ഞനുസരിച്ച് നബി കൽപ്പിച്ചത് ചെയ്യാൻ, വിരോധിച്ചത് ഒഴിവാക്കുക, അതല്ല ഇപ്പൊ നബി പറഞ്ഞ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് അള്ളാഹിന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണത്. എന്ത്? അള്ളാഹുവിന്റെ ദൂതൻ എന്ത് പറഞ്ഞുവോ അത് ജീവിതത്തിൽ പകർത്തുക, എന്ത് വിലക്കിയോ അത് ഒഴിവാക്കുക. പക്ഷെ നബിയുടെ സ്നേഹം പറയുന്നവർ, അള്ളാഹിനെ സ്നേഹിക്കുന്നത് പറയുന്നവർ ഈ വിഷയത്തിൽ വലിയ തകരാറ് വരുത്തുന്നുണ്ട്. അപ്പൊ അതിലൊന്നിപ്പോ അവിടെ പറഞ്ഞത്, റസൂൽ തിരുമേനി പറഞ്ഞത് കേൾക്കണം എന്നല്ലേ, ഇത്തിബാ, നബിനെ പിന്തുടരണം, അതിൽ ഉറച്ചു നിൽക്കണം. ജനങ്ങൾ എങ്ങനെ പോയാലും അത് നോക്കണ്ട, എങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ച് അതിൽ നിൽക്കണം. നബി പറഞ്ഞു, ഇന്നഹു മൻ യഅ്ശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറൻ, ശേഷം ഒരുപാട് അഭിപ്രായ വ്യത്യാസം കാണും. നബി പറയാം, ആ നേരം നിങ്ങൾ ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിൽ മുറുകെ പിടിക്കണം. ഒരുപാട് ആൾക്കാർ അങ്ങനെ പോയി ഇങ്ങനെ പോയി പറഞ്ഞിട്ട് കാര്യമല്ല, നബിന്റെ സുന്നത്ത് ഇവിടെ ഉണ്ടാവും, അത് സംരക്ഷിക്കപ്പെടും. ഈ തർക്കമല്ല, ഖിയാമത്ത് നാൾ വരെ ഖുർആൻ സുന്നത്തോടെ സംരക്ഷിക്കപ്പെടും എന്ന് ഇസ്ലാം വാഗ്ദാനം ചെയ്തതാണ്. അതുകൊണ്ട് ആ സമയങ്ങൾ എന്റെ സുന്നത്തിന്, അതല്ല ഭൂരിഭാഗം എങ്ങനെ പോകുന്നു മറ്റെങ്ങനെ പോകുന്നൊന്നുമല്ല നോക്കുക, എന്റെ സുന്നത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അതുപോലെ ഇഫ്തറക്കത്തിൽ യഹൂദു, ജൂതന്മാർ 71 കക്ഷികളെ നമ്മൾ കേട്ട ഹദീസല്ലേ. നിസ്റാനികൾ 72, എന്റെ ഉമ്മത്ത് 73 ഒക്കെ നരകത്ത് വന്നൊഴികെന്ന് പറഞ്ഞു. അത് മാ അന അലൈഹിൽ യൗമ വസ്സാബി, ഞാനും എന്റെ സഹാബികളും എന്തെന്നിലാണോ, ഏതൊരു വിശ്വാസം കർമ്മത്തിലാണോ അതിൽ നിലകൊള്ളുന്ന പറഞ്ഞു. ആ കർമ്മം നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ, അത് പിന്തുടരുക, അതാണ് നമ്മുടെ ബാധ്യത എന്ന് പറഞ്ഞു. ആ പിന്തുടരും, അതിന് നിലനിൽക്കലും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹിന്റെയും റസൂലിന്റെയും കാര്യങ്ങൾ മുന്തിച്ചിട്ട് നമ്മുടെ കാര്യം മുന്തിക്കുക, അള്ളാഹിന്റെയും റസൂലിന്റെയും കൗലിനേക്കാൾ. അള്ളി റസൂലും പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കണ്ടേ, പിന്നെ നമ്മൾ വേറുള്ള അഭിപ്രായങ്ങളോ വേറെ സമൂഹം ചെയ്യുന്നതോ അങ്ങോട്ടൊന്നും നമ്മൾ നോക്കാൻ പറ്റൂല. അള്ളാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു, ഇവിടെ ഉണ്ട്, അവിടെയാണ് നിൽക്കേണ്ടത്. ഇമാം മാലിക്കിന്റെ ഒരു വചനം കൂടി പറയാണ്. അദ്ദേഹം പറയാം, സുന്നത്തു സഫീനത്തു നൂഹിൻ, ഈ സുന്നത്ത് എന്ന് പറയുന്നത് നബിയുടെ മാതൃകയാണ് ഈ പറഞ്ഞത്. അത് നൂഹ് നബിയുടെ കപ്പലാണ്. മൻ റക്കിബഹ നജ, അതിലാര് കയറിയോ രക്ഷപ്പെട്ടു. എന്നാൽ വമൻ തഖല്ലഫ അൻഹ, ആര് കയറാതെ പിന്തി നിന്നോ അവന് വരിക്ക, മുങ്ങി നശിക്കും എന്ന് പറഞ്ഞു. നൂഹ് നബിന്റെ കപ്പലിൽ കയറിയോരാളെ രക്ഷപ്പെട്ടത്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, അതാണ് സുന്നത്ത്. രക്ഷപ്പെടണമെങ്കിൽ നബി പഠിപ്പിച്ച ആ വഴിയിലൂടെ ദീനാചരിക്കണം. അതിന് തയ്യാറില്ലെങ്കിൽ വേറെ എന്തൊക്കെ പറഞ്ഞാലും ശരി പരാജയപ്പെടും എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ നിന്നൊക്കെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ റസൂലിന്റെ കൽപ്പന, ഏത് കൽപ്പന ഉണ്ടെങ്കിലും അത് നമ്മൾ ചെയ്യാം, വിലക്ക് ഒഴിവാക്കാം. അതിന്റെ നിബന്ധന പറഞ്ഞ എങ്ങനെയെന്നറിയാം. എന്താ പറഞ്ഞു? മാ നഹൈതുക്കും അന്നു ഫജ്തനിബൂ, ഞാൻ എന്ത് വിലക്കിയോ അത് നിങ്ങൾ ഒഴിവാക്കണം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വിലക്കിയത് നിങ്ങൾ ഒഴിവാക്കണം. എന്നാ വമാ അമർത്തുക്കും ബി, ഞാൻ എന്ത് കൽപ്പിച്ചോ ഫഫ്അലൂ മിൻഹു മസ്തതഅ്തും, നിങ്ങൾ കഴിവിന്റെ പരമാവധി അത് ചെയ്യുക.
എന്താ അങ്ങനെ പറഞ്ഞ്? വിലക്കിയതൊക്കെ ഒഴിവാക്കണം പറഞ്ഞു. കൽപ്പിച്ചത് പരമാവധി ചെയ്യുക. കാരണം കൽപ്പിച്ചതിന് സമയം വേണം, നമുക്ക് കഴിവ് വേണം, ചില സമ്പത്ത് വേണം, പലതും വേണ്ടി വരും. നിസ്കരിക്കാൻ തന്നെ കൽപ്പിച്ചു, പക്ഷേ ഇത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇരുന്ന് നിസ്കരിക്കാം കഴിവിന്റെ പരമാവധി. ഇരിക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? കിടന്നിട്ട് നിസ്കരിക്കാം. അതൊന്നും പ്രശ്നമല്ല. നേരെ മറിച്ച് വിലക്കിയതിന് ഞാൻ കഴിവിന്റെ പരമാവധി, ഇപ്പൊ കളവ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു, വിലക്കാണ്. ഞാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്ന പറയണ്ട, അല്ല അത് ഒഴിവാക്കി തന്നെ വേണം. വ്യഭിചരിക്കാൻ പാടില്ല, ഞാൻ കഴിവിന്റെ പരമാവധി വ്യഭിചാരം ഒഴിവാക്കുന്ന പറയണ്ടേ, അല്ല വിലക്കിയത് ഒഴിവാക്കേണ്ട വേണമെന്ന് നബി പറഞ്ഞത്. ഈ ദീനിൽ വിലക്കിയ പല വിഷയങ്ങളുമില്ലേ, ആ വിലക്കിയതുകൊണ്ട് ഒഴിവാക്കുക. അങ്ങനെ നബി തിരുമേനി പറഞ്ഞു, കൽപ്പിച്ചതോ പരമാവധി ചെയ്യുക. അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിലക്കേതാ ഇസ്ലാമില്? ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം വിലക്കിയതാണ്, നബി തിരുമേനി വിലക്കിയതാണത്. അപ്പൊ റസൂലിന് ഇഷ്ടമുണ്ട്, അള്ളാഹിന് ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നബി പറഞ്ഞത് കേൾക്കണം, നബി വിലക്കിയത് ഒഴിവാക്കണം. അപ്പൊ ശിർക്ക് ചെയ്യാൻ പാടില്ല. ശിർക്കിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് നബി തിരുമേനി പറഞ്ഞത്? കബറ് കെട്ടിപ്പോക്കലാന്ന്. വളരെ വ്യക്തമല്ല. ഇമാം മുസ്ലിമിന്റെ ഹദീസ്. മക്ക വിജയം ഉണ്ടായെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലീബിനെ അബീ താലിബിനെ വിളിച്ചിട്ട് പറഞ്ഞെന്താ? നീ പോകണം, എന്നിട്ട് ഉയർന്നു നിൽക്കുന്ന ഖബർ മുഴുവനും തട്ടി നിരത്തണം. ഈ ഹദീസ് ദുർബലാന്ന് ലോകത്ത് ആരെയും പറഞ്ഞിട്ടുണ്ടോ? ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. ഉയർന്നു നിൽക്കുന്ന ഖബറുകളൊക്കെ തട്ടി നിരത്തണം എന്നാ പറഞ്ഞേ. നബിന്റെ ശക്തമായ വിലക്കല്ലേ. എന്താ തട്ടി നിരത്തല്ലേ വേണ്ട, ശിർക്ക് ചെയ്യാതിരിക്കല്ലേ വേണ്ട. പക്ഷെ ഇന്ന് ഖബറുകൾ കെട്ടിപ്പോക്കുകയാണ്. എന്നിട്ട് അതിലടക്കം ചെയ്തവരോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രം അർപ്പിക്കേണ്ട നേർച്ച വഴിപാടുകൾ, അതൊക്കെ ഖബറിൽ അടക്കം ചെയ്ത ആൾക്കാരുടെ പേരിൽ നടക്കണേ. നബിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഏറ്റവും വലിയ തിന്മ ഒഴിവാക്കിയല്ലേ വേണ്ടത്. രണ്ടാമത്തെ തിന്മ എന്താ നിങ്ങളെ? മനുഷ്യന്മാർ കള്ളു കുടിക്കുമ്പോൾ അങ്ങനെ തിന്മയൊക്കെ ഉണ്ടല്ലോ. അതിലും വലിയ തിന്മ എന്താ? ബിദ്അത്താണ്, ബിദ്അത്തുകളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ പ്രസംഗത്തിലും നബി തിരുമേനി പറയും, എന്താ പറയാ, എല്ലാ മുഹ്ദസാത്തും, പുതുതായി ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് ഈ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഫൈന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ ദീനിൽ പുതുതായി എന്തൊക്കെ ഉണ്ടാക്കിയത് മുഴുവനും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ വലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വകുല്ല വലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. അപ്പൊ എല്ലാ പ്രസംഗത്തും പറഞ്ഞ അത്ര പ്രധാന വിഷയമാണിത്. അത്ര അപകടം പിടിച്ച വിലക്കിയത് ഒഴിവാക്കുക. ഒഴിവാക്കത്ര പണിയൊന്നുമില്ലല്ലോ. നബി തിരുമേനി ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കുക. അപ്പം ദീനിൽ പുതിയ കാര്യം നമ്മൾ ഉണ്ടാക്കേണ്ട. എത്ര ആൾ നല്ലതാന്ന് പറഞ്ഞാലും ഭൂരിഭാഗം ആൾക്കാരുണ്ടെങ്കിലും അതൊന്നും നമ്മൾ നോക്കണ്ട. അതുകൊണ്ടാണ് ഇവിടെ വലിയ വലിയ ഇമാമിങ്ങൾ പറഞ്ഞത്, പിശാചിന് ഏറ്റവും ഇഷ്ടം മനുഷ്യന്മാർ ബിദ്അത്ത് ചെയ്യുന്നതാണ്, തിന്മ ചെയ്യുന്നതല്ല. കാരണം എന്താണെന്നറിയോ? മറ്റുള്ള തിന്മകൾ ചെയ്ത് ചിലപ്പോൾ തൗബ ചെയ്യാൻ സാധ്യത ഉണ്ട്. ഒരുത്തം മദ്യപിച്ചു, കള്ളു കുടിച്ചു നോക്കിയാണ് തിന്മ ചെയ്താലും രക്ഷപ്പെടാനൊക്കെ വഴിയുണ്ടാവും. ബിദ്അത്ത് അങ്ങനെയല്ല, അവൻ സൽക്കർമ്മമാണ്, കൂലിട്ട് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇസ്ലാം പഠിപ്പിക്കാത്തൊരു കാര്യം അവനുണ്ടാക്കുക, എന്നിട്ട് അത് ഇസ്ലാമിന്റെ പേരിൽ ആരോപിക്കുക. അപ്പൊ ആ കൂട്ടത്തിലാണ് ഇവിടെ നബിദിനം എന്ന നിലക്കുള്ള ആഘോഷം നടത്തുന്ന മനുഷ്യന്മാര്. അവര് തന്നെ പറയുന്ന വിഷയം എന്താണ്? അത് റസൂലിന്റെ കാലത്ത് റസൂൽ ചെയ്തിട്ടില്ല, അത് അവരെന്നെ പറയുന്നതാണ്. അത് സഹാബികളുടെ കാലത്ത് അവര് ചെയ്തിട്ടില്ല. പിന്നെ ഖൈറുൽ ഖുറൂൻ, ഉത്തമ നൂറ്റാണ്ട് എന്ന നിലക്ക് പറയപ്പെട്ട തലമുറ ഉണ്ടല്ലോ, അവരുടെ കാലത്തില്ല. 4 മദ്ഹബിന്റെ ഇമാമികൾ ചെയ്തിട്ടില്ല. പിന്നെ അത് ഹിജ്റ 400 ഏത് 4-ാം നൂറ്റാണ്ടില് ഷിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടൊരു കൂട്ടരാണ് ഫാത്തിമികൾ. അവരാണ് അതിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം ഹിജ്റ 600 മുളഫർ രാജാവ് എന്ന രാജാവാണ് പിന്നെ അതിനെ പുതുക്കിക്കൊണ്ടുവന്നത്. ഇതുവരൊക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ പൂർവികർക്കൊന്നും പരിചയമില്ലാത്തൊരു കാര്യം മതത്തിന്റെ പേരിൽ നടത്തുമ്പോൾ അതിനല്ലേ ബിദ്അത്ത് എന്ന് പറയാം. പക്ഷെ എന്നിട്ട് ഇതെന്താ വിജയിക്കണത്? എത്ര ബിദ്അത്താണ് അത് വിജയിക്കും. കാരണം എന്താ അറിയോ? മനുഷ്യനൊരു മനഃശാസ്ത്രം, ഓനെ ഈ ആഘോഷത്തിന്റെ പിന്നാലെ പോകും. അല്ല, നബിനോടുള്ള ഭയങ്കര സ്നേഹമൊന്നുമല്ല, അന്ന് ഭയങ്കര ആഘോഷം. ഇത് മാത്രമല്ല, അതുകൊണ്ടല്ലേ ഓണത്തിന് പോകും മുസ്ലിങ്ങൾ, ക്രിസ്തുമസിന് പോകും. എന്താ കാരണം? ആഘോഷം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് തിന്നാൻ കിട്ടും, മറ്റൊക്കെ ഉണ്ടാവും. വല്ല ബർത്ത്ഡേ ആഘോഷം. നമ്മുടെ നബി പറഞ്ഞല്ലേ, മദീനയിൽ ചെന്നപ്പം അവർക്ക് ചില ആഘോഷം ഉണ്ടായപ്പോൾ എന്താന്ന് ചോദിച്ചോ, ഞങ്ങൾ പണ്ടേ നടത്തുന്ന ആഘോഷം. എന്നാൽ അതിനൊക്കെ പകരമായി മുസ്ലിങ്ങൾക്ക് 2 ആഘോഷമേ ഉള്ളൂ. അത് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളുമാണ്.
അല്ലാത്ത ആഘോഷങ്ങളൊക്കെ ചിലത് മഹാ തെറ്റായിരിക്കും, ചിലത് തെറ്റിൽ ഏറ്റപ്പെട്ടുണ്ടാകും. അത് ശ്രദ്ധിക്കണം. ചില ആഘോഷങ്ങൾ മതത്തിന്റെ പേരിൽ വലിയ പുണ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന ആഘോഷമാണ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള തിന്മകൾ ഒഴിവാക്കലാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, പറയുക പ്രവാചകരെ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിയുനെ, എന്നെ പിന്തുടരുക. അപ്പൊ നബിയെ പിന്തുടരുക എന്നാണ് നബി പറയുന്നത്. കേൾക്കലും നബി വിലക്കിയത് ഒഴിവാക്കലും ആ വിലക്കിന്റെ ഏറ്റവും മുകളിലുള്ള കാര്യമാണ്. ശിർക്ക് നബി വിലക്കി അനേകം വചനങ്ങളിലൂടെ, വിശുദ്ധ ഖുർആനും. അതുപോലെ ബിദ്അത്തുകളൊന്നും ചെയ്യരുത്. നബി എന്താണോ കാണിച്ച അവിടെ മാത്രം നിൽക്കുക. അതിനപ്പുറത്തേക്ക് എത്ര ആൾക്കാർ കൊണ്ടുവന്നാലും സ്വീകരിക്കാതിരിക്കുക. അവിടെ കർശനമായ നിലപാട് നമുക്ക് ഇവിടെ വേണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആ പൂർവികർക്ക് എന്തൊരു പേടിയുണ്ടായിരുന്നു ഇത്തരം ബിദ്അത്ത് വന്നു പോകുക എന്നുള്ളത്. അവരെ വഴിയല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്. സലഫിന്റെ, പൂർവികരുടെ, സഹാബികളുടെ, മഹാനായ ഇബ്നു മസ്ഊദിന്റെ സംഭവങ്ങൾ കേട്ടിട്ടില്ല. കൂഫയിലെ പള്ളി നടന്നു. ഒരു ശൈഖ് നേതൃത്വം കൊടുത്തിട്ട് ഓരോരുത്തരുടെ കയ്യിൽ 100 വീതം കല്ല് കൊടുത്ത സംഭവം. എന്നിട്ട് സബ്ബിഹൂമിയ, നിങ്ങൾ 100 വട്ടം സുബ്ഹാനല്ലാഹ് പറയൂ. കബ്ബിറൂമിയ, 100 വട്ടം അല്ലാഹു അക്ബർ പറയൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറയൂ. അൽഹംദുലില്ലാഹ് 100 വട്ടം പറയൂ. ഇതാണ് ഇബ്നു മസ്ഊദിന് ഒരാൾ പറഞ്ഞു, പള്ളി ഇങ്ങനെ നടക്കുന്നുണ്ട്. അദ്ദേഹം പള്ളിയിൽ നിന്ന് അവരെ ആട്ടിവിടുക ചെയ്ത്. അവർ പറഞ്ഞു, ഞങ്ങൾ നന്മ ഉദ്ദേശിച്ചു. കാരണം തക്ബീറെല്ലാം നല്ലതല്ലേ, നല്ലതല്ലേ എന്ന് ആൾക്കാർ ചോദിക്കുക. ഭക്ഷണം കൊടുക്കല്ലേ, നല്ലതല്ലേ, അതല്ലേ ഇതല്ലേ എന്ന് ചോദിക്കും. എന്താ അല്ലാഹു അക്ബർ എന്താ കുഴപ്പം, സുബ്ഹാനല്ലാഹ് എന്താ കുഴപ്പം? അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന് പ്രത്യേക രൂപം കണ്ട് ഇവരെ വകന്ന് തുടങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞ, നബിയുടെ വസ്ത്രങ്ങൾ തുരുമ്പിപ്പോയിട്ടില്ല, പാത്രങ്ങൾ പൊട്ടിയില്ല, അപ്പോഴേക്കും ഈ ബിദ്അത്ത് തുടങ്ങിയോ എന്ന് പറഞ്ഞാൽ അവർ ആട്ടിവിടുക ചെയ്തത്. അത്ര ശ്രദ്ധിച്ചിരുന്ന അവര്. നബി പഠിപ്പിച്ചു കൊടുത്ത് മാത്രം നിൽക്കുക, അല്ലാത്ത പുതിയ നമ്മളെ വക ഉണ്ടാക്കണ്ട. കാരണം അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീന് പൂർത്തിയായി. ഹജ്ജത്തുൽ വദാഇൽ വെച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ദിവസം, അറഫ ദിവസം, ഒരു വെള്ളിയാഴ്ച ഇറക്കപ്പെട്ട വചനാണത്. ഇന്നേ ദിവസം നിങ്ങൾ ദീന് പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം ദീനല്ലാത്തതൊന്നും പിന്നെ ദീനല്ല, നമ്മൾ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുക. പിന്നെ കുല്ല മുഹദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായി ഉണ്ടാവണം ബിദ്അത്ത്. നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത് എന്നൊരു സാധനമല്ല. എല്ലാം മോശമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാം നമുക്ക് ഒഴിവാക്കാൻ കഴിയണം. മറ്റതല്ല, അവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട്, ഒരു ആഘോഷമാണ്. അതുപോലെ പിന്നെ നബിയുടെ പേരിലാകുമ്പോൾ ഒരു വൈകാരികം കിട്ടുന്നുണ്ട്. അപ്പൊ അത് വിജയിക്കേണ്ട സഹിക്കണം, നിന്ന് കൊടുക്കലല്ല. ചില ആൾക്കാരൊക്കെ ഏതായാലും എതിർത്താൽ ശരിയാണില്ല, എന്നാൽ നമ്മൾ നിന്ന് കൊടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ സംസാരിക്കലുണ്ട്. അതല്ല, ലോകം മുഴുവൻ ഒരു വഴിയിലൂടെ പോയാലും ശരി ഏതാണോ അവിടെ നബി പഠിപ്പിച്ചിട്ടില്ലല്ലോ, അതിന്റെ പിന്നാലെ പോകണ്ട. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാൾ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ വക അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. നബിന്റെ പേരിൽ സ്വലാത്തിലൊക്കെ നല്ല കാര്യമല്ലേ. ഇബ്നു ഉമർ ആളെ പിടിച്ചു, അൽഹംദുലില്ലാഹ് നബി പഠിപ്പിച്ച്, വസ്സലാത്തു വസ്സലാം എന്റെ വകയാണ്, ഇതിന് ചേർക്കണ്ടെന്ന് പറഞ്ഞു. അത് വേറെ ചൊല്ലിക്കോ, ഇതിന്റെ കൂടത്ത് അവർ റസൂൽ എന്താണ് പഠിപ്പിച്ച അവിടെ നിൽക്കുക. അതല്ലെങ്കിലൊക്കെ മഹാപ്രശ്നമാണ്. നബിക്കെതിരെ നിന്നാൽ നബി തിരുമേനിയുടെ കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവർ ഭയപ്പെടട്ടെ. അൻതുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന വരും. ആ ഫിത്ന എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ ശിർക്ക് എന്ന് പറയും. നബി പറഞ്ഞതിന് എതിരെന്നാൽ ശിർക്കിലകപ്പെടും. വേറെ ചില പണ്ഡിതന്മാർ കുഫർ എന്ന് പറഞ്ഞു, കുഫറിലകപ്പെടും. വേറെ ചില നിഫാഖ് എന്ന് പറഞ്ഞു, നിഫാഖിലകപ്പെടും. പല പ്രശ്നം വരും. വലിയ വലിയ വിശദീകരണങ്ങളുണ്ടെങ്കിലൊക്കെ നബി പറഞ്ഞു കൊടുത്ത് നിന്നാൽ മതി. ഇസ്ലാം പഠിക്കുന്ന തന്നെ ഇഷ്ടം പോലെ ചെയ്യണ്ടല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു, തിങ്കളാഴ്ച വല്ലതും ചെയ്യണമെങ്കിൽ നോമ്പെടുക്കുക വേണ്ടി, അതൊന്നും ആരും പറയാറില്ല. മറിച്ച് അന്ന് ആഘോഷം വലിയ പരിപാടിയായി, അങ്ങനെ ദീനിന് വിരുദ്ധമായ പല കാര്യങ്ങളും ആഘോഷം നടത്തുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം, ജാഗ്രത വേണം. ദീനിന് തെറ്റിപ്പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, എന്തോ വിലക്കാതെ ഒഴിവാക്കാൻ പറഞ്ഞു. കൽപ്പിച്ചാൽ പരമാവധി ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. വിലക്കിയതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ശിർക്ക് ഒഴിവാക്കാൻ പറഞ്ഞു, ബിദ്അത്ത് ഒഴിവാക്കാൻ പറഞ്ഞു, വേറുള്ള തിന്മകളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. അത് പരമാവധി ഒഴിവാക്കലല്ല, ഒക്കെ ഒഴിവാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കൽപ്പിച്ചതോ, നമുക്ക് കൽപ്പിച്ചതുപോലെ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമസ്കാരം, ചിലപ്പോൾ ആരോഗ്യം ഇല്ലെങ്കിൽ നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരിക്കുക, അങ്ങനെ പലതുണ്ടല്ലോ. മറ്റൊന്ന് നബിയെ പോലെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല, ഉറപ്പല്ല.
നബി തിരുമേനിയെ പോലെ ഇബാദത്ത് എടുക്കാനും സൽക്കർമ്മം ചെയ്യാൻ നമ്മളോട് കഴിയില്ല, സഹാബികളെ മാതിരിയും കഴിയൂല. എന്നാലും പരമാവധി ചെയ്താലോ അവരെ കൂടെ എത്താമെന്നാണ് പറയണത്. അപ്പോൾ എന്താ നമ്മൾ നബിനെ ഇഷ്ടപ്പെടും, നബിനെ സ്നേഹിക്കുക വളരെ പ്രധാനമാണ്. പക്ഷെ നബിനെ സ്നേഹിക്കൽ നബി പറഞ്ഞതിന് എതിരൊന്നുകൊണ്ടല്ല, നേരത്തെ പറഞ്ഞ മതി. റസൂൽ തിരുമേനി പറഞ്ഞത് പരമാവധി ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, മത്തസ്സാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ നീച്ചു? അപ്പോൾ റസൂൽ തിരുമേനി പറഞ്ഞു, മാ ഹദത്തലാഹി, വന്തായിന് ഒരുങ്ങിയത് നീച്ചു. എന്താ ഒരുക്കങ്ങൾ നടത്തിയത്? ഖിയാമത്ത് എപ്പോഴാ? അത് സമയമായി വരും, പക്ഷെ നമ്മുടെ പണി അയാളുടെ ഒരുക്കങ്ങൾ നടത്തലാണ്. എന്താ ചെയ്തത്? അതേപോലെ ലാ ഷൈഅ ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹി വറസൂലഹു, ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഞാൻ അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പരമാവധി അള്ളാഹു റസൂലും പറഞ്ഞു ചെയ്യും എന്നല്ലേ ഇതിന്റെ അർത്ഥം? ഒന്നും ചെയ്യൂല എന്നല്ലല്ലോ. എന്തായാലും ഫർളായ കാര്യങ്ങളൊക്കെ ഒരു ചെയ്യൂലേ? ഞാൻ അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ല കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ റസൂൽ പറഞ്ഞു, അൻത മാമൻ ഹബബ്ത, നീ ആരെയാണ് ഇഷ്ടപ്പെട്ട അവരോട് കൂടെ ആയിരിക്കും സ്വർഗത്തിൽ. നീ ആരെയാണ് ഇഷ്ടപ്പെട്ടത്? അപ്പൊ നമ്മൾ നബിന്റെ അത്ര അമലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും സഹാബികളെ കൂടി നമ്മൾ എത്തൂല അമല്, എന്നാലും അവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക. അവർ പഠിപ്പിച്ചതാണ് ശരി, അതാണ് ദീന്. ആ ഇഷ്ടം, പിന്നെ അങ്ങേയറ്റം നബിയെ ഇഷ്ടപ്പെടുക, റബ്ബിനെ ഇഷ്ടപ്പെടുക. അപ്പൊ ഇവിടെ നബി തിരുമേനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് നീ ആരെയാണ് ഇഷ്ടപ്പെട്ട അവരുടെ കൂടെ സ്വർഗത്തിലായിരിക്കുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പിന്നെ പറയാണ്, ഫമാ ഫരിഹിന ബിശൈഇൻ ഫറഹന ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅൻ അഹ്ബബ്ത, ഞങ്ങള് ഇതുപോലെ സന്തോഷിച്ച വേറൊന്നുമില്ല. ഏത് നബി പറഞ്ഞല്ലോ, നീ ആരെയാണ് ഇഷ്ടപ്പെട്ട അവരുടെ കൂടെ ആയിരിക്കും സ്വർഗത്തിൽ എന്ന് പറഞ്ഞേ. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഫാന ഉഹിബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിനെ ഇഷ്ടപ്പെടുന്നു. വാ അബൂബക്കർ, ഞാൻ അബൂബക്കർ സിദ്ദീഖിനെ ഇഷ്ടപ്പെടുന്നു. വാ ഉമർ, ഞാൻ ഉമർ ഖത്താബിനെ ഇഷ്ടപ്പെടുന്നു റളിയല്ലാഹു അൻഹു. വർജു അൻ അകൂന മിൻഹും മഅഹും ബിഹുബ്ബി ഇയ്യാഹും, എനിക്ക് അവരോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് കൊണ്ട് നാളെ സ്വർഗത്തിൽ അവരുടെ കൂടെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വഇല്ലം അമൽ ബിമിസ്ലി അമാലിഹിം, അവരത്ര അമൽ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും. കാരണം റസൂല് പറഞ്ഞ റജുലു മാമൻ അഹബ്ബ, ആരെയാണ് ഇഷ്ടപ്പെട്ട പോലെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഇഷ്ടം അവരൊക്കെ അത്ര അമൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് പരമാവധി ചെയ്യുക, എന്നാലും അവരുടെ കൂടെ എത്തും എന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്നവർ ഈ ഇഷ്ടം അതെന്താവുന്നറിയോ? നമ്മൾ ശരിക്കും അഹ്ലു ബൈത്തിൽ പെടാം. അങ്ങനെ അഹ്ലു ബൈത്ത് അറിയുക, നബിന്റെ കുടുംബം ആശയപരമായി പറയണം. ശരിക്കും നബിന്റെ കുടുംബം അല്ലാത്തപോലെ നബിന്റെ കുടുംബം എന്ന് പറയാൻ പറ്റൂലല്ലോ. നബിന്റെ കുടുംബമുള്ളതാണ് അഹ്ലു ബൈത്ത്. എന്നാൽ നബി തിരുമേനി ഇവിടെ തിരുത്തുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരോടും. എന്താ അറിയോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് പറഞ്ഞയക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് കൂടെ ഇങ്ങനെ പോവാണ്, ഓരോന്ന് നിർദ്ദേശം കൊടുക്കുക. അന്യ നാട്ടിലേക്ക് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പോവാണ്. വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്താ പോണത്. ഒരകാ നാടിനാകെ കിട്ടി ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുകയാണ് അവരൊക്കെ അവിടെ പോയിട്ട് ചെയ്യണം. അപ്പോൾ റസൂൽ അങ്ങനെ വരുമ്പോൾ ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ യാത്ര അയച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആനപ്പുറത്ത് നബി കാലുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ അവസാനം വസിയത്തൊക്കെ കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു, യാ മുആദ് ഇന്നക അസാൻതൽ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, മുആദേ ഒരു പക്ഷേ ഈ കൊല്ലത്തിന് ശേഷം നീ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. വലഅല്ലക തമുറ ബിമസ്ജിദി ഹാദാ, ഒരു പക്ഷേ ഇനി തിരിച്ചു വരുമ്പോൾ എൻ്റെ ഈ പള്ളിയിലൂടെ നീ നടന്നു പോയേക്കാം. അവ ഖബരി, അല്ലെ ഒരു പക്ഷേ എൻ്റെ ഖബറായിരിക്കും നീ കാണുക, എന്നെ കണ്ടെന്ന് വരില്ല. അപ്പൊ ഫബക്കാ മുആദ് ജശഅൻ ലി ഫറാഖി റസൂലില്ലാഹ്. അപ്പൊ അത് കേട്ടപ്പോൾ മുആദ് അങ്ങോട്ട് കരയാൻ തുടങ്ങി നിർത്തും. അപ്പൊ എന്തുകൊണ്ടാണ്? നബിയോടുള്ള അങ്ങേറ്റത്തെ സ്നേഹം. നബിയെ വേർപ്പെടുന്നത്, നബിയുമായി വേർതിരിയുന്നതൊക്കെ ആലോചിച്ചിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നബി അദ്ദേഹത്തെ അങ്ങനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പിന്നെ സുമ്മൽതഫത, നബി എന്നിട്ട് മദീനയിലേക്ക് തിരിഞ്ഞിട്ട് പറയണം, ഇന്നാഹില ബൈത്തി ഹാവുല, എന്റെ കുടുംബക്കാരുണ്ടല്ലോ അവര്, മദീനയിലെ പലരും സൂചിപ്പിച്ച് പറയാം, യറൗന, അവരെ വിചാരം എന്താണ്? അന്നവും ഔലന്നാസിബി, അവരാണ് എന്നോട് ഏറ്റവും അടുത്തവർ എന്നാണ് അവരെ വിചാരം. എന്നാ വലൈസ കദാലിക, അങ്ങനെയല്ല. ഇന്ന ഔലിയായി മിൻഹും അൽ മുത്തഖൂൻ, എന്റെ ഔലിയാക്കളുടെ എന്നോട് ഏറ്റവും അടുത്തവർ തഖ്വയുള്ളവരാണ്. അവര് മൻ കാനു ഹൈസു കാനു, ആരാണെങ്കിലും എവിടെയാണെങ്കിലും.
മുആദ് നബിന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല. പക്ഷെ നബി പറയാ അവരാണ് എൻ്റെ അഹ്ലു ബൈത്ത്. ആരാണോ തഖ്വയുള്ളവർ, ആരാണോ നബിനെ സ്നേഹിക്കുന്നത്, നബിനെ സ്നേഹം എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ചത് അതുപോലെ സ്നേഹിക്കുക, പരമാവധി ചെയ്യുക. നബി വിലക്കിയത് ഒഴിവാക്കുക, നബി പഠിപ്പിച്ചത് പരമാവധി ചെയ്യുക. അല്ല നബി വിലക്കിയത് ചെയ്യല്ല, നേരത്തെ പറഞ്ഞ വിദഗ്ധ ചെയ്യലല്ല, നബി വിലക്കിയ ശിർക്ക് ചെയ്യലല്ല. എന്താണോ റസൂൽ പഠിപ്പിച്ചത് അതാണ് ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, പറയുക പ്രവാചകരെ നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ പിന്തുടരുക എന്ന് പറയുക. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ, ഈ പറഞ്ഞ ആശയപരമായ അഹ്ലു ബൈത്തിലൊക്കെ പെടണമെങ്കിൽ നമുക്കുള്ള വഴി നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ എങ്ങനെ പോകുന്നു നോക്കേണ്ടവരല്ല നമ്മൾ, വിശേഷ ബുദ്ധി നൽകപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് റബ്ബിന്റെ കിതാബ് ഇവിടെ ഉണ്ട്, നബി തിരുമേനി പഠിപ്പിച്ച സുന്നത്തും ഉണ്ട്. അപ്പൊ അത് മുറുകെ പിടിക്കുക എന്നതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ലവരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മയൊക്കെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ മൊയ്തീൻകുട്ടി എഞ്ചിനീയർ, നമ്മുടെ പള്ളിയൊക്കെ നിർമ്മിച്ച എഞ്ചിനീയറാണ്, നിങ്ങൾക്കറിയാം. അദ്ദേഹം മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തെ അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. അതുപോലെ അദ്ദേഹത്തിന്റെ കൂട്ടുകുടുംബങ്ങൾ, അതുപോലെ നമുക്കൊക്കെ ദീനി ജീവിതം നയിക്കാനുള്ള തൗഫീഖ്, അങ്ങനെ അള്ളാഹു നമ്മയെല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجرنا من النار. وآخر دعوانا الحمد لله رب العالمين. وصلى الله على محمد.